2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 66,000 കടന്നിരിക്കുകയാണ്. യുദ്ധത്തിന് വിരാമമില്ലെന്നും ഗാസയെ ചാമ്പലാക്കാതെ പിന്നോട്ടില്ലെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നു. ഹമാസ് പോരാളികളിൽ ശേഷിക്കുന്ന 47 ബന്ദികളെ ഹമാസ് കൊന്നൊടുക്കിയതായി ആശങ്ക ഉയരുകയാണ്. ബന്ദികളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് അടിയന്തരമായി പിന്മാറണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം. ബന്ദികളെ ഒന്നുകിൽ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ സിറിയ ഉൾപ്പെടെ മറ്റേതോ രാജ്യത്തിലേക്ക് കടത്തുകയോ ചെയ്യാനാണ് ഹമാസിന്റെ നീക്കമെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ 1219 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആൾനാശം സംഭവിച്ച ആക്രമണമായിരുന്നു ആ കൂടാര പെരുന്നാൾ രാത്രി സംഭവിച്ചത്. ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിന് പിന്നാലെ വിദേശികൾ ഉൾപ്പെടെ 251 പേരെയാണ് ഹമാസ് ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയത്. ഇതിൽ 47 പേർ കൂടി ഹമാസിന്റെ രഹസ്യ താവളത്തിൽ അവരുടെ കൈവശമുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിനിടെ ഗാസയിൽ ഇന്നലെ മുതൽ ഇസ്രായേൽ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ്. 2.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 40 പേർ ഞായറാഴ്ച കൊല്ലപ്പെട്ടു. ഗാൻ യൂനിസിലെ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവ് മൂലമാണ് പിഞ്ചു കുഞ്ഞു മരിച്ചത്. 66,000 പേർ കൊല്ലപ്പെട്ടത് മാത്രമല്ല 1,70,000 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടും ഹമാസ് കീഴടങ്ങലിന് തയ്യാറായിട്ടില്ല. ഗാസയിൽ വെടിനിർത്തൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിലും ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. ഗാസ സിറ്റി ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപനം. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിച്ചിരുന്നെങ്കിലും ഖത്തറിനെ ഇസ്രായേൽ കഴിഞ്ഞ മാസം ആക്രമിച്ചതോടെ ആ ശ്രമങ്ങൾ നിലച്ചിരിക്കുകയാണ്. ചർച്ചകൾക്കെത്തിയ ഹമാസ് നേതാക്കൾ ഉന്നമിട്ടായിരുന്നു ഇസ്രായേൽ ഹോട്ടലിലേക്ക് മിസൈൽ വിന്യസിച്ചത്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നത് നിർണായക സംഭവമാകുമെന്നാണ് സൂചന. ഗാസ നഗരത്തിൽ നിന്ന് 8 ലക്ഷം ജനങ്ങളും ഒഴിഞ്ഞു പോകണമെന്നാണ് അമേരിക്ക ഇപ്പോൾ നിലപാട് ഉയർത്തിയിരിക്കുന്നത്. ഗാസയിൽ സമാധാനത്തിനായി ട്രംപ് സമർപ്പിച്ച 21 നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും കരാർ ഒപ്പിട്ട് 48 മണിക്കൂറിനകം മോചിപ്പിക്കുക, ഗാസ പുനർനിർമ്മിക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് ഒരുക്കമല്ലെന്നാണ് നിലവിലെ സൂചനകൾ. ഈ സാഹചര്യത്തിൽ ബന്ദികളെ വധിക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഇസ്രായേൽ കരുതുന്നു. ഗാസയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ബന്ദികളുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടെന്ന് ഹമാസ് പറയുകയാണ്. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയാണ് ബന്ദികളുമായുള്ള ആശയവിനിമയ സംവിധാനവും വിച്ഛേദിക്കപ്പെട്ടതെന്നും ഇസ്രായേലിന്റെ വ്യോമാക്രമണം 24 മണിക്കൂർ സമയം നിർത്തിവെക്കണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം. നിലവിൽ 1 ലക്ഷത്തോളം പലസ്തീനികളാണ് ഗാസയിലും സമീപ പ്രദേശങ്ങളുമായി താൽക്കാലിക ടെന്റുകളിൽ കഴിയുന്നത്. പലസ്തീനെ ഓസ്ട്രേലിയയും കാനഡയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രമായി അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഹമാസിന്റെ അന്ത്യം കുറിക്കാൻ പോകുകയാണെന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഏതൊക്കെ രാജ്യങ്ങൾ അംഗീകരിച്ചാലും ഭൂമിയിൽ പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാകില്ലെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ തോൽപ്പിക്കുമെന്നുമാണ് നെതന്യാഹു ഇന്നലെയും അന്ത്യശാസനം മുഴക്കിയിരിക്കുന്നത്. എന്നാൽ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങില്ലെന്നും പലസ്തീനായി അവസാനത്തെ ശ്വാസം വരെയും പോരാടുമെന്നുമായിരുന്നു ഹമാസിന്റെ പ്രതികരണം. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ കൂക്കുവിളി നേരിടേണ്ടി വന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ ഇല്ലാതാക്കുന്ന പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ ലക്ഷങ്ങളാണ് ഗാസയിൽ വലയുന്നത്. മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഭക്ഷണം, ഇന്ധനം എന്നിവ കിട്ടാനില്ല. പ്രധാന ആശുപത്രികളിലെ ഡോക്ടർമാരോട് നാടുവിട്ടു പോകാനാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അതിനിടെ മധ്യപൂർവേഷ്യയിൽ വലിയതും മഹത്തരമായതും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചതും ലോകം വലിയ ആശങ്കയോടെയാണ് കേട്ടത്. വളരെ സവിശേഷമായ ഒന്നിനായി എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണെന്നും ഇത്തരത്തിലൊന്ന് ഇതാദ്യമായെന്നുമാണ് ട്രംപ് പറയുന്നത്. ഗാസ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണോ ട്രംപിന്റെ പ്രഖ്യാപനമെന്ന ആശങ്ക സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച കൊഴുക്കുകയാണ്. ജനുവരിയിൽ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സുപ്രധാന തീരുമാനം താൻ കൈക്കൊള്ളുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഗാസയുടെ കാര്യത്തിൽ തീരുമാനത്തിലെത്തിയെന്ന് വെള്ളിയാഴ്ച ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഇനിയും ഉണ്ടാകില്ലെന്നും ഹമാസിനെ ചാമ്പലാക്കാതെ പിന്നോട്ടില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.